പണിയില്ലാണ്ട് റീലൊക്കെ കണ്ട് വെറുതെ ബോറടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബുക്കും പേന എടുത്തിട്ട് വരും, നമുക്ക് ഇങ്ങനെ ഒരു ആർട്ട് ചെയ്ത് നോക്കിയാലോ. കണ്ടാൽ റിസ്ക് ഉള്ള പണിയാണെന്ന് പറയുന്നുണ്ടെങ്കിലും കാര്യം ഭയങ്കര സിമ്പിളാണ് കേട്ടോ. വരയ്ക്കാനായിട്ട് നമുക്ക് യാതൊരു ഡ്രോയിങ് സ്കില്ലൊന്നും ആവശ്യമില്ല. ഏതൊരു വരയ്ക്കാൻ അറിയാത്ത കൊച്ചു കുട്ടികൾക്ക് പോലും സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റും. പക്ഷേ കുറച്ച് കോൺസെൻട്രേഷനും ക്ഷമയും വേണമെന്നുള്ളൂ കേട്ടോ. അപ്പോൾ സമയം കിട്ടുമ്പോൾ എന്തായാലും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. ചെയ്ത് നോക്കിയാൽ പിന്നെ നിങ്ങളിത് എന്തായാലും ചെയ്തുകൊണ്ടേ ഇരിക്കും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ആദ്യം തന്നെ ഇങ്ങനെ കുറച്ച് കേർവ് ലൈൻസ് തലങ്ങും വിലങ്ങൊക്കെ ആയിട്ട് അങ്ങോട്ട് വരച്ചു കൊടുക്കുക. കുറച്ച് അത്ര പെർഫെക്ഷൻ വേണമെന്നില്ലാത്ത രീതിക്കാണ് വരയ്ക്കേണ്ടത്. അതാണ് ഈ ഡൂഡിൽ ആർട്ടിൻ്റെ പ്രത്യേകത. നമ്മൾ അത്ര പെർഫെക്ഷൻ ആയിട്ട് വരയ്ക്കണമെന്നില്ല കേട്ടോ. എന്നിട്ട് ആ കേർവ് ലൈൻസിൽ ഓരോ കോണിൽ ഇതുപോലെ ഓരോ ഫ്ലവേഴ്സ് വരച്ചു കൊടുക്കുക. മാർക്കർ യൂസ് ചെയ്തിട്ട് ബാക്കിയുള്ള എംറ്റി സ്പേസ് ഒക്കെ ഡാർക്കൻ ആക്കി കൊടുത്തിട്ടുണ്ട്. നമ്മൾ വരച്ചു കൊടുത്ത ഫ്ലവേഴ്സിന് കളർ കൊടുക്കണം. ചിലതൊക്കെ സെയിം ആയിട്ട് തന്നെ ഇരുന്നോട്ടെ, ചിലത് ഡിഫറെൻ്റ് ആയിട്ടും, അപ്പം നമുക്ക് കളർഫുൾ ആയിട്ട് കിട്ടും. പിന്നെ പെയിൻറ് കൊടുക്കുമ്പോൾ ഇതുപോലെ ഒരു വെള്ള പോർഷൻ വിട്ടാൽ പിക്ചറിന് ഒരു ഗ്ലോ ഉള്ള മാതിരി നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. ഇതുപോലത്തെ വീഡിയോസ് കാണാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നമ്മൾ ഇതുപോലത്തെ വീഡിയോസ് ആയിട്ട് ഇനി വരുന്നതായിരിക്കും. നിങ്ങൾ ഇങ്ങനത്തെ ആർട്ട് ഇതിന് മുമ്പ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാമല്ലോ. എല്ലാതും കഴിഞ്ഞിട്ട് ഫൈനൽ റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.